അപ്പോൾ മക്കളെ, നമ്മളെല്ലാവരും പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറുകളെ അനലൈസ് ചെയ്യാനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ഏകദേശം കയ്യിലടക്കിയിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറുകൾ അനലൈസ് ചെയ്തു. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്തു, ഏകദേശം ചോദ്യങ്ങൾ വരുന്ന ഏരിയാസിനെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണ കിട്ടി. അവിടെ തീർന്നില്ലല്ലോ, ഇനി നമ്മുടെ പ്രിപ്പറേഷൻ ശരിക്കും തുടങ്ങേണ്ടതുണ്ട്. ഒരു തുടങ്ങുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, UPSC പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വായിച്ചു തുടങ്ങാനും വായിച്ചാൽ ഒരു പരിധിവരെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ്. ഏത് ടെക്സ്റ്റ് ബുക്ക്? UPSC തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് തുടങ്ങുന്നതും പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള സോഴ്സ് ആയിട്ട് കണക്ക് കൂട്ടേണ്ടതും NCERT ടെക്സ്റ്റ് ബുക്കുകളാണത്. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വേണം രണ്ടാം ഘട്ട പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ പാരലലായിട്ട് തന്നെ അത് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. ചോദ്യപേപ്പറുകൾ അനലൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ പ്രോസസ്സാണ് NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ ഇക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, ഇക്കണോമിക്സ് റിലേറ്റ് ചെയ്ത് വരുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ അനലൈസ് ചെയ്യുക എന്നുള്ളത്. പറ്റുമല്ലോ, പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ചോദിക്കും, ഏതൊക്കെ NCERT ആണ് സർ റെഫർ ചെയ്യേണ്ടതെന്ന്? അതൊരു കോമൺ കൺസേൺ ആണല്ലോ. 6ാം ക്ലാസ് ഒരു ഇങ്ങോട്ടുള്ള എല്ലാ NCERTയും പഠിച്ചാൽ നല്ലതെന്ന് എല്ലാവരും പറയുമെങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യം എളുപ്പമാക്കി തരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് പഠിക്കണം നമ്മൾ. നിങ്ങൾ ശരിക്കും പ്രിപ്പയർ ചെയ്യേണ്ടത് ക്ലാസ് 11th ആൻഡ് ക്ലാസ് 12th വരുന്ന ഇന്ത്യൻ ഇക്കണോമി, ഇൻട്രൊഡക്ടറി മാക്രോ എക്കണോമിക്സ്, ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് എന്നൊക്കെ പറയുന്ന ടെക്സ്റ്റ് ബുക്കുകളാണ്. ഇതിൽ തന്നെ കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത് മാക്രോ എക്കണോമിക്സിനും ഇന്ത്യൻ ഇക്കണോമിക്സിനുമാണ്. അതായത് മൈക്രോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ വെയിറ്റേജ് വളരെയധികം കുറവാണ് എന്ന് സാരം. എല്ലാം പഠിച്ചു കഴിഞ്ഞ സമയമുണ്ടെങ്കിൽ നിങ്ങൾ മൈക്രോ എക്കണോമിക്സ് വായിച്ചാൽ മതി. അതായത് നിർബന്ധമായിട്ടും നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ 2 ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം. ഇൻട്രൊഡക്ടറി മാക്രോ എക്കണോമിക്സും ഇന്ത്യൻ എക്കണോമിയും ക്ലാസ് +1 +2 ടെക്സ്റ്റ് ബുക്കുകൾ ഒന്ന് നോക്കിക്കോ. അതിനുശേഷം നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കുകൾ വേണമെങ്കിലും റെഫർ ചെയ്യാവുന്നതാണ്. എന്തായാലും SCERT അല്ലെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങളുടെ അടിസ്ഥാന ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്കായിട്ട് ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടി കണക്കാക്കാവുന്നതാണ്.